ചുവപ്പ് നിറത്തിലുള്ള ഈ ചെറിയ പഴം കഴിച്ചാൽ പിന്നെ പുളിയുള്ളതെല്ലാം മധുരിക്കും. ഈ കുഞ്ഞൻ പഴത്തിന് ഇത്രയും അത്ഭുതകരമായ കഴിവ് എങ്ങനെയെന്ന് കഴിച്ചവരെല്ലാം അത്ഭുതപ്പെട്ടിട്ടുമുണ്ടാവും. മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ജന്മദേശം. സപ്പോട്ടയുടെ കുടുംബക്കാരിയാണ് മിറാക്കിൾ ഫ്രൂട്ട്. കോങ്കോ, ഘാന, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പണ്ട് മുതലേ ആഹാരത്തിൽ ചേർക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. പുളിയുള്ള റൊട്ടിയെ സ്വാദുള്ളതാക്കാനും പനവീഞ്ഞിന് മധുരം നൽകാനുമൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. 1725 റെയ്നോദ് ഡി മാർക്കൈസാണ് മിറാക്കിൾ ഫ്രൂട്ടിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. 1968 മിറാക്കുലിൻ എന്ന രാസഘടകമാണ് ഇതിൻ്റെ സവിശേഷതകൾക്ക് കാരണമെന്ന് തിരിച്ചറിയുകയും 1989 ജപ്പാനിൽ നിന്നുള്ള ഒരു ശാസ്ത്ര സംഘം ഇതിൻ്റെ ഘടനയുടെ ചുരുളഴിക്കുകയും ചെയ്തു. മിറാക്കിൾ ഫ്രൂട്ട് എന്നത് ഭക്ഷണങ്ങളുടെ ആന്തരിക രുചി മാറ്റാൻ മാത്രമല്ല, ധാരാളം ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ഒന്നുകൂടെയാണെന്നും പറയപ്പെടുന്നു. മിറാക്കിൾ ഫ്രൂട്ടിൽ ധാരാളം വിറ്റാമിനുകളും അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് കാരണമാകുന്നു. മാത്രമല്ല, കലോറി കുറവാണ്. ഈ പഴത്തിൽ പോളിഫെനോളിക് സംയുക്തങ്ങളും ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. വിവിധ പഠനങ്ങളനുസരിച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് തടയുന്നതിനും ഫ്രീ റാഡിക്കലുകളുടെ അളവ് കുറയ്ക്കുന്നതിനും ഇൻസുലിനോടുള്ള ശരീരത്തിൻ്റെ സംവേദനക്ഷമത നിയന്ത്രിക്കുന്നതിനും കൂടാതെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മിറാക്കിൾ ഫ്രൂട്ട്സ് സഹായിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിക്ക് ശേഷം നാവിൻ്റെ രുചി നഷ്ടപ്പെട്ടാൽ ഭക്ഷണത്തിൻ്റെ തനതു രുചി ആസ്വദിക്കാൻ മിറാക്കിൾ ഫ്രൂട്ട് സഹായിക്കും. പ്രമേഹമുള്ളവർക്കും ഭക്ഷണം നിയന്ത്രിക്കുന്നവർക്കും ഇത് ഏറെ നല്ലതാണ്. കൂടാതെ മിറാക്കിൾ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കാഴ്ച മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.